മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഷീല തന്റെ 77-ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ജന്മദിനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഷീല തന്റെ മനസ്സ് തുറക്കുന്നത്. എന്റെ ജന്മദിനം മാർച്ച് 24-നാണ്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കുറേ പേർ എന്നെ വിളിച്ച് വിഷ് ചെയ്തു. അതുപോലെ ഒരു ചാനലിൽ നിന്ന് വിളിച്ച് 95 വയസ്സായിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. 95 അല്ല 105 വയസ്സാണ്. എനിക്കൊരു ചെറുക്കനെ നോക്കി തരാമോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഞാനും ജയലളിതയും ഒരേ വർഷമാണ് ജനിച്ചത്. 1948-ലാണ് ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത്. ജയലളിത ഫെബ്രുവരി 24-നും ഞാൻ മാർച്ച് 24-നുമാണ് ജനിച്ചത്. ഇത് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും നന്നായി ഒരുങ്ങി നടക്കുന്നത് എനിക്ക് നിർബന്ധമാണ്. ഏത് പെണ്ണിനാണ് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമല്ലാത്തത്? ആണുങ്ങൾക്ക് അത്രയും ഉണ്ടോ എന്നറിയില്ല. അതേസമയം താൻ 25-ാം വയസ്സിൽ വിൽപത്രം എഴുതി വെച്ചതായി ഷീല പറയുന്നു. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ മരിച്ചാൽ എന്നെ ദഹിപ്പിക്കണം. ഞാൻ ക്രിസ്ത്യനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരിച്ചാൽ പൊതുവെ കുഴിച്ചിടുകയാണ് ചെയ്യാറ്. പക്ഷേ എന്നെ ദഹിപ്പിച്ചാൽ മതി. ശേഷം ആ ഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണം. അങ്ങനെ ഒരു വില്ല് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ എന്റെ ചിതാഭസ്മം ഒഴുക്കുന്നുണ്ടോ എന്ന എല്ലാവരും നോക്കണമെന്നാണ് പിറന്നാൾ ദിനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഷീല പറഞ്ഞത്. എന്റെ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.